Hi, Apapan. How are you? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പാപ്പൻ എവിടുന്ന വരുന്നേ? ഞാന് തൃശ്ശൂരിന്ന് കുർക്കഞ്ചേരി എന്റെ മോനെ. അപ്പൊ ഈ വഴിക്കൊക്കെ വരാൻ എന്താ കാരണം? ഇവിടെ കോയമ്പത്തൂര് പൂ മാർക്കറ്റ് പള്ളിയിലേ നമ്മളെ കെട്ടിച്ച് കൊടുത്ത പെൺപിള്ളേരെ അവർക്ക് സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടപ്പോ മോനറിയോ? അപ്പൊ എങ്ങനെയാ ഈ ഇടവഴിക്കൊക്കെ പരിചയമുണ്ട് മുന്നേ? ഞാൻ ഈ ഇടവകയിലെ പഴയ ആളാ. അപ്പൊ ഇവിടെയുള്ളവർക്കൊക്കെ അറിയില്ല. അപ്പൊ അവന്റെ പേരെന്തെന്നാ? എന്റെ പേര് ആർക്കറിയാ? പേര് ചോദിക്കുമ്പോ ആർക്കറിയാം? അപ്പൊ അവന്റെ പേര്? എന്റെ പേര് ആർക്കറിയാ? അപ്പ എന്റെ മാനത്തെ പേര് ചോദിക്കണ പറയോ? എന്റെ മക്കളെ, എന്റെ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നു പറഞ്ഞു. ഇനിയിപ്പോ ഞാനിതെന്ന് പറഞ്ഞ എന്റെ പേര് ആർക്കറിയാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യാ? ഫ്രാൻസിസ് ഇതാ ആള് പണി പാടുന്നതാണ്. പേര് ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയണേ. അപ്പൊ ഒന്ന് ശരിക്കും പറഞ്ഞ പേരെന്താ? എന്റെ മോനെ, എന്റെ പേര് ആർക്കറിയാം? എന്റെ പേര് ആർക്കറിയാന്ന് പറഞ്ഞാൽ എന്റെ കളിയാന്ന് വേണ്ട. എന്റെ ദൈവമേ, ഇത് കൂടി കാരണന്മാരുടെ എന്റെ പേര് ആർക്കറിയാം? നിങ്ങൾക്ക് മനസ്സിലായ ആർക്കറിയാവുന്ന? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ മക്കളെ ആർക്കറിയാം? ആർക്കറിയാം? അപ്പൊ എന്നോട് പോണേ ഒന്ന് പരിചയപ്പെടുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറയപ്പോ. പഴയ ആളല്ലേ ഈ ഇടവകല്ലേ? എന്റെ ഓർമ്മയില് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പരിചയമാകുന്നത് ആയിരിക്കുന്നത് നമ്മുടെ ലോനപ്പന്റെ മകളല്ലേ? നല്ല ഓർമ്മ ശക്തിയാട്ടാ. പക്ഷേ മുഖച്ചായ മാറിയിട്ടില്ല കേട്ടാ. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോള് ലോനപ്പന്റെ മകളെത്തിയാ. ഞാൻ നോക്കട്ടെ. വേഗം നോക്ക്. അവിടെ നമ്മുടെ നമ്മുടെ അന്തോണി ഇല്ല, അന്തോണി എണ്ണ വിൽക്കുന്ന അന്തോണി ആളുടെ മോഡൽ ആയിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് കെട്ടിച്ചു കൊടുത്ത മോഡല്. അതെ. പിന്നെ നമ്മുടെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയേ. ഇവിടെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പൊ പഴയ ആളല്ലേ? വന്നു എന്റെ മക്കളെ, ഞാൻ ഇവിടുത്തെ പഴയ ഇടവക്കാരനായിരുന്നു. ഞാൻ ഇവിടെ പോയിട്ട് ഒരു 10-20 വർഷത്തോളായി. എന്നാ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് കുർബാന ചെല്ലാനായിട്ട് സ്ഥലം എവിടെയായിരുന്നു അറിയോ? കൊച്ചിൻ ടെമ്പറെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തില് അവർ പണി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോവും. ഞങ്ങള് കാലത്ത് നേരത്തെ പോയി ആ സാധനങ്ങളൊക്കെ നീക്കി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ ഞങ്ങള് അച്ഛൻ വരുമ്പോഴേക്കും എല്ലാ പണികളും കഴിച്ച് അവിടെ കുർബാന ചെല്ലുന്നത്. അപ്പൊ കുർബാന അവിടെയായിരുന്നു ചെല്ലുന്നത്. അപ്പൊ അതിനുശേഷം അപ്പൊ ഇവിടെ പിന്നെ വികാരിയായിട്ട് പിന്നെ ആരായിരുന്നു? അതിനുശേഷം പറയാണെങ്കില് നമുക്ക് ഈ പള്ളി കിട്ടാനായിട്ട് ഒരു അച്ഛൻ സഹായിച്ചതാ. സായിബാബ കാളിലെ
സഭയത്ത് കാര്യസ്ഥത്തിന് പറഞ്ഞു കേട്ടിട്ടുണ്ടാ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കനിഷ്ഠത്തിന് അറിയോ? ഓർമ്മയുണ്ട? എല്ലാവർക്കും അറിയുന്നത്. ആ അച്ഛനാണ് നമുക്ക് ഈ സ്ഥലം മേടിക്കാൻ പൈസ തന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ പള്ളി കെട്ടാനുള്ള സമയം സൗകര്യം കിട്ടിയ. നല്ല ഒരു അച്ഛനായിരുന്നു. സീമയ അച്ഛനാന്നുണ്ട് അല്ലേ? ആ അച്ഛന്റെ സഹായം കൊണ്ടാണ് നമുക്ക് പള്ളി വരാൻ കാരണം. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് കന്യശേഷന്റെ കാലത്തിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ ആരാ വികാരിയായിട്ട് വന്നത്? പറയാൻ വരുന്നുള്ളൂ. പറയോ ആകാംക്ഷയോടെ വേഗം പറയാമോ? പിന്നെ നമുക്ക് വികാരിയായിട്ട് ആദ്യമായിട്ട് വന്നത് നമ്മുടെ ജോൺസ് വളച്ചേക്കലാണ്. ആ അച്ഛനാണ് ഇത്രയും സൗകര്യമുള്ളത് പള്ളി നമുക്ക് പണി തന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ നമുക്ക് നല്ലൊരു കുർബാന കാണാനും കുട്ടികൾക്ക് കാറ്റഗറി പഠിക്കാനും അല്ലാതെ സൗകര്യമായി. നമ്മുടെ മാർക്കറ്റ് പള്ളിയിലെ അങ്ങനത്തെ നമ്മുടെ കോയമ്പത്തൂര് മാത്രല്ല പാലക്കാട് ഉപതവടിക്ക് നല്ല ഇടവകയാണെന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അപ്പൊ അത്രയും പറയാ ഈ മുഖം ഓർമ്മയുണ്ട് നോക്കിയ ഇവിടെ തിരിഞ്ഞു നോക്കി. ഈ മുഖം ഓർമ്മയില്ല, ഈ മുഖം ഓർമ്മയില്ല. നാട്ടിലേക്ക് പോയി നോക്കി നോക്കിയാ അറിയോന്ന്? പുത്തനങ്ങാടി അച്ഛനല്ലേ? അല്ല ഓർമ്മടാ. അച്ഛനായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. അച്ഛൻ ഇവിടെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പോയെന്നറിയാം. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അച്ഛനെ. അവിടെ പിടിച്ചിരുത്തിട്ടാ കൈകാര്യം ചെയ്ത വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. ഇത് എല്ലായിടത്തും ഉള്ള ഒരാളാണെന്ന് തോന്നുന്നത്. ഇതൊരു വയസ്സായ പവന ഇവിടെ ചെറിയൊരു കെട്ടിച്ചു കൊടുത്ത മക്കളുടെ ഒരു പരിപാടി. ആരെ കെട്ടിച്ചു കൊടുത്ത പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്ത പരിപാടി. അതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടാ. ആർക്കറിയാം? അപ്പാപ്പന്റെ പേരെന്നെ ആർക്കറിയാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ഫ്രാൻസിസ് ഇത് പുലിവട മനസ്സിലാക്കിയാണ്. അറിയോ അറിയോ ഫ്രാൻസിസ് ഒന്ന് പറഞ്ഞു. ആർക്കറിയോ? ഈ കോട്ടറിന്റെ ആർക്കറിയാം? ആർക്കറിയാം? അതെ ഇവിടെ പരിപാടിയൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരുത്തരും ഓരോ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടൻ കലാകാരനൊക്കെ അല്ലേ? മുഖം കണ്ടിട്ട് പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കിയാ ഇവർക്ക് നല്ല സ്നേഹവിരുന്നായിട്ട് ഒരു നാടൻ പാട്ടായിക്കോട്ടെ. പാട്ട് പാടില്ലേ? കൊളാക്കുന്നില്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ശരിയായിട്ട് കൊണ്ടുകൊടുക്കും. അപ്പൊ ഇവിടുന്ന് കുറച്ച് മാറി നിന്നോട്ടാ. അയ്യോ ശരി 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 താങ്ക് യു ട്ടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് താങ്ക് യു. അപ്പൊ അതിനെ എല്ലാവരും ക്ലാസ് കൊടുത്തോ. ശരിയാവുണ്ട്. ഇത്തിരി ശരിയായി കഴിഞ്ഞാല് സൂപ്പർ. നമ്മുടെ അല്ലത് ശാലക്കുടിക്കാരൻ ശാലക്കുടി മണി കലാഭവൻ മണി മണിയുടെ നാളെ പറ്റും. ഓക്കെ കിട്ടിയ കാശിന് കള്ളും കുടിച്ച് കിട്ടിയ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ പട്ടിണിക്കാക്കല്ലേ വേലായുധ, എന്റെ മോളെ പട്ടിണിക്കാക്കല്ലേ വേലായുധ. കിട്ടിയ കാശിന് കള്ളും കുടിച്ച് അങ്ങനെയല്ല പകൽ മുഴുവൻ പണിയെടുത്ത് പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടിയ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ പട്ടിണിക്കാക്കല്ലേ വേലായുധ, എന്റെ മോളെ കഷ്ട
ഈ പണി ചെയ്തു എന്റെ പോലെ കഷ്ടത്തിലാക്കലേ വേല ഇതാ